എങ്ങനെയുണ്ടായിരുന്നു 4K എക്സ്പീരിയൻസ് മനോഹരമായിരുന്നു. 21 കൊല്ലം മുമ്പ് നമ്മൾ കണ്ട ഞാനൊക്കെ അന്ന് ചെറിയ പെട്ടി ടി വിയിലാണ് കാണുന്നത്. ആ സിനിമ ഇന്ന് ഇത്രയും സുന്ദരമായും ഭംഗിയായും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 4K നല്ല എക്സ്പീരിയൻസാണ്. ഞാൻ ആലപ്പുഴ പാനിയിൽ നിന്നാണ് കാണുന്നത്. ഇതിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള തിയേറ്റർ ഉണ്ടാകും, പക്ഷേ ആലപ്പുഴയിൽ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൊള്ളാം, നല്ല എക്സ്പീരിയൻസാണ്. തന്നെയല്ല സംഗീതം, ഈ ഇപ്പോഴത്തുള്ള സൗണ്ട് എഫക്റ്റിലൊക്കെ കേൾക്കുന്നത് നല്ലതായിട്ടുണ്ടാകും. നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും. മറ്റേത് ഇത്ര നല്ലൊരു പടം നമ്മൾ ടി വിയിൽ കണ്ട് പോയല്ലോ എന്ന് ഓർക്കുകയാണ്. ഇപ്പം എല്ലാം മനോഹരമായിട്ട് കാണാൻ പറ്റി. പണ്ടുണ്ടായിരുന്ന ആളുകളും ആ സംഗീതവും ആ വിഷ്വൽ എഫക്ട്സും എല്ലാം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. എല്ലാവരും വന്നിരുന്ന് കാണണം. അത് വേറൊരു ലോകത്തോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് തന്നെയാണ് സിനിമ കാണുന്നത്. ലോകത്തൊന്നുമില്ല. എന്നാലും നമുക്കതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നമ്മളൊരു ടൂറ് പോയത് കണക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പഴയ നടീനടന്മാരും മോഹൻലാലിൻ്റെ ആ പഴയ രൂപമൊക്കെ നമ്മൾ ഈ ബിഗ് സ്ക്രീനിൽ ഇപ്പം കാണുമ്പോഴത്തേക്ക് അത് അങ്ങേയറ്റം ആസ്വദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് 4K? രക്ഷയില്ല, സംഗീതം സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു 4K എക്സ്പീരിയൻസ്? ഈ ഒരു ഫസ്റ്റ് പോർഷൻ ഇങ്ങനെ കാണാത്തത് കൊണ്ട് ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടിരിക്കാനും. ഞാനിങ്ങനെ ഫസ്റ്റ് പോർഷൻ ഇങ്ങനെ മൊത്തത്തിൽ കണ്ടിട്ടില്ല പടം, അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ട് ഈ സൗണ്ടും ഈ 4K ഒക്കെ വന്നപ്പോൾ ഉള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല വിഷ്വലൈസേഷനും പിന്നെ കണ്ടിട്ടില്ലാത്ത ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഫീല് കിട്ടി. കറക്റ്റ് 24 വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ്റെ ഒരു പടം വീണ്ടും ഇറക്കുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കാണുന്നത്. ഒരു എക്സൈറ്റ്മെന്റിൽ രാവിലെ വന്നേ നല്ലൊരു ഫീല് കിട്ടിയിട്ടുണ്ട്.